Welcome to the class on probability and statistics. So this is the first class, and I'll be trying to introduce the concept of random variables associated with an experiment. So in this subject, we'll be discussing only about random experiments with at least two outcomes. അതായത് രണ്ട് ഔട്ട്കംസ് എങ്കിലും ഇല്ല, ഒരു സിംഗിൾ ഔട്ട്കം മാത്രമേ ഉള്ളൂ എങ്കിൽ ദർ ഇസ് നോ റാൻഡംനെസ് വരുന്നത് ഔട്ട്കംസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ഒരു സിംഗിൾ ഔട്ട്കമേ വരുന്നുള്ളൂ എങ്കിൽ ദാറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് എ റാൻഡം എക്സ്പെരിമെന്റ് ഓർ ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റഡിങ് ദി പ്രോബബിലിറ്റി, റൈറ്റ്? എപ്പോഴും പ്രോബബിലിറ്റി 1 ആയിരിക്കണം ഒരു ഔട്ട്കമേ ഉള്ളൂ എങ്കിൽ. രണ്ട് ഔട്ട്കമെങ്കിലും ഉണ്ടാവണം, രണ്ടിൽ കൂടുതലോ എത്ര വേണമെങ്കിലും വരാം. ഓക്കെ. ആൻഡ് ഈ റാൻഡംനെസ് വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു സെക്കൻഡ് ടൈം അതേ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ട്രയലിൽ നമ്മൾ ഓരോ പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനെ ട്രയൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഓരോ ട്രയലിലും ഈ ഔട്ട്കം ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുക. ഇവ രണ്ട് ഔട്ട്കം വേണം. There should be a randomness, that is while repeating the trials the outcomes can be different. Okay, അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Okay, one of the simplest such experiment is tossing a coin. Throwing a coin അല്ല, tossing a coin is a simple random experiment. അതിന് കാരണം ഇവിടെ നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ യു നോ ദാറ്റ് there are two outcomes, head and tail. രണ്ട് ഔട്ട്കംസ് ഉണ്ട്, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും ആണ്. അപ്പോൾ ഈ രണ്ട് ഔട്ട്കംസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചിലപ്പോൾ അതേ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം, രണ്ടാമത്തെ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി എ ടെയിൽ, റൈറ്റ്? സോ ദാറ്റ്സ് എ റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് ടു ഔട്ട്കംസ്. അപ്പോൾ ഔട്ട്കംസ് വരുന്നത് ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഈ രണ്ട് ഔട്ട്കംസ് മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ദർ ഇസ് നോ അതർ പോസിബിലിറ്റി. അപ്പം ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന് ടോട്ടൽ നമ്മളൊരു സെറ്റായിട്ട്, ഈ പറയുന്ന പോലെ ഒരു സെറ്റായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ് ഓഫ് ദി എക്സ്പെരിമെന്റ്. അതിനെ നമ്മൾ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇറ്റാലിക്സ് ലെറ്റർ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് ടോസിങ് എ കോയിൻ, ദ സാമ്പിൾ സ്പേസ് ഇസ് ഗോയിങ് ടു ബി H, T. ഓക്കെ, നമ്മൾ രണ്ട് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് രണ്ടും ഹെഡ് വരാം, അല്ലേ? രണ്ട് ഹെഡ് വരാം, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും വരാം, അല്ലെങ്കിൽ ആദ്യത്തെ ടെയിലും പിന്നെ ഹെഡും വരാം, അല്ലെങ്കിൽ രണ്ട് ടെയിൽ വരാം. ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ ഇൻ ദ കേസ് ഓഫ് ദി എക്സ്പെരിമെന്റ് വേർ വി ടോസ് two coins at the same time, the sample space consists of 4 elements and it is this. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ സാമ്പിൾ സ്പേസിലെ ചില ഈവൻസിലായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കുക. അതായത് നമ്മൾ ചിലപ്പം ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഇപ്പം നമ്മൾ 4 ഔട്ട്കംസ് ഉണ്ട്, ഇതിൽ 1 ഹെഡ് കിട്ടാൻ എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് നോക്കണം. ഒരു ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയുണ്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ സാമ്പിൾ സ്പേസിലേക്ക് നോക്കും. ഒരു ഹെഡ് കിട്ടാൻ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഹെഡ് വന്നാൽ ഫസ്റ്റ് പോസിബിലിറ്റി നമുക്ക് 1 ഹെഡ് തരുന്നില്ല. 1 ഹെഡ് മീൻസ് രണ്ടാമത്തെ ടെയിലായിരിക്കണമല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് പോസിബിലിറ്റിയും ഫോർത്ത് പോസിബിലിറ്റിയും നമുക്ക് ഈ ഒരു ഇതിന് ഫേവറബിൾ അല്ല. 1 ഹെഡ് കിട്ടുക എന്നുള്ളതിന് ഫേവറബിൾ അല്ല. പക്ഷെ HT ഹെഡ് ദെൻ ടെയിൽ, ഒരു ഇതിൽ ഹെഡും മറ്റേതിൽ ടെയിലും വരുമ്പോഴും അത് ഓക്കെയാണ്. അതുപോലെ ടെയിലും ഹെഡും വരും. ഈ രണ്ട് ഔട്ട്കംസും നമ്മുടെ 1 ഹെഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഈവൻറ്റിന് ഫേവറബിൾ ആണ്, അല്ലേ? അപ്പം ഇങ്ങനെ സാമ്പിൾ സ്പേസിലെ ചില പെർട്ടിക്കുലർ എലമെന്റ്സിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ ആ എലമെന്റ്സിനെ ചേർത്ത് ഉണ്ടാക്കുന്ന സെറ്റിനെയാണ് നമ്മൾ ഈവന്റ് എന്ന് വിളിക്കുക. ഈവന്റ് മീൻസ് എ പർട്ടിക്കുലർ ഒക്കറൻസ്. ഓക്കെ, ആ സാമ്പിൾ സ്പേസിലെ കുറച്ച് എലമെന്റ്സ് സംഭവിക്കുന്നതാണ് നമ്മൾ ഈവന്റ് ആയിട്ട് പറയാം. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഈ കേസിൽ ഒരു ഹെഡ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈവന്റ് എന്ന് പറയുന്നത് HT, TH ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സാമ്പിൾ സ്പേസിനെ തന്നെ ഒരു ഈവന്റ് ആയിട്ട് എടുക്കാം. അതായത് ഏതെങ്കിലും ഒരു പോസിബിലിറ്റി വരിക എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ സാമ്പിൾ സ്പേസ് ക്യാൻ ബി ടേക്കൺ ആസ് ആൻ ഈവന്റ്. അപ്പോൾ ഒരു ഈവന്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ്, അതിനെയാണ് നമ്മൾ ഈവന്റ് എന്ന് വിളിക്കുന്നത്. ഓഫ് കോഴ്സ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ഈ കേസിലാണെങ്കിൽ S = H, T ആണെങ്കിൽ ഇതിലെ ഈവൻസ് എംപ്റ്റി സെറ്റ് വരാം, ഹെഡ് മാത്രം വരാം,
ടെയില് മാത്രം വരാം, പിന്നെ ഒരു ഇതുള്ളത് എച്ച് കോമ ടി എന്ന് പറയുന്ന ഫുൾ സെറ്റും വരാം. അങ്ങനെ 4 പോസിബിലിറ്റിയാണ്, 4 ഈവൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. എസ് ഈക്വൾ എച്ച് കോമ ടി ആണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഇങ്ങനെ 4 സബ്സെറ്റുകൾ സാമ്പിൾ സ്പേസിന് പോസിബിൾ ആണ്. അപ്പോൾ ഈ 4 പോസിബിലിറ്റിയും എന്തായിട്ട് എടുക്കാം, ഒരു ഈവന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ എം ടി ഈവൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഹെഡും ടെയിലും അല്ലാത്തൊരു പോസിബിലിറ്റി, ഇപ്പം ഒരു കോയിൻ ടോസ് ചെയ്ത് 1 വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഉള്ള കോയിൻ അല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ 1 വരാനുള്ള ചാൻസേ ഇല്ല. ആ ഇവന്റിനെയാണ് നമ്മൾ നൾ ഇവന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എം ടി ഇവന്റ് എന്ന് പറയുന്നത്. എം ടി ഇവന്റ് ഒക്യൂർ ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ, കാരണം നമ്മൾ പോസിബിൾ ഔട്ട്കംസ് ഇതിലേതെങ്കിലും ആയിരിക്കും. പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എച്ച് അല്ലെങ്കിൽ ടി ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ 2 കോയിൻ ടോസ് ചെയ്തിട്ട് 3 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈവന്റ് എന്താണ്? ഈവന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ സബ്സെറ്റുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ഹെഡ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ഈവന്റ് ആയിട്ട് എന്തെടുക്കേണ്ടി വരും? എം ടി സെറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ എം ടി സെറ്റ് ഈവന്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം. നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ആൻ എം ടി ഈവന്റ്. അപ്പോൾ ഈവന്റ്സ് എന്താണ്? സാമ്പിൾ സ്പേസിന്റെ പോസിബിൾ ആയിട്ട് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളെയാണ് ഈവന്റ് എന്ന് വിളിക്കുന്നത്. എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഇസ് ആൻ ഈവന്റ്. Okay, now the question is how to define the probability of an event. ഒരു ഈവന്റ് പ്രോബബിലിറ്റി എങ്ങനെയാണ് നോക്കുക? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കേസിൽ ഇൻ ദ കേസ് ഓഫ് ടോസിങ് 2 coins you have 4 outcomes. നമ്മൾ നോക്കുന്നത് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നോക്കുന്നതെങ്കിൽ നമുക്കറിയാം 4 ഔട്ട്കംസിൽ 2 ഔട്ട്കംസ് നമുക്ക് ഫേവറബിൾ ആണ് അല്ലെ. ഈ 2 ഔട്ട്കംസ് വന്നാലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈവന്റ് സംഭവിക്കും. വെറസ് ഈ 2 ഔട്ട്കംസ് വന്നാൽ നമ്മുടെ ഈവന്റ് സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് 50-50 ചാൻസ് ആണുള്ളത് അല്ലേ. ഈ 2 വരാം, അല്ലെങ്കിൽ ഈ 2 വരാം. ഈ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈവന്റ് സംഭവിക്കില്ല. വെറസ് ഈ 2 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈവന്റ് സംഭവിക്കും. അതുകൊണ്ട് 50-50% ചാൻസ് ആണുള്ളത്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഈവന്റിൽ എത്ര ഈവന്റ് മീൻസ് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് അല്ലെ. സാമ്പിൾ സ്പേസിനേക്കാൾ ചെറിയൊരു സെറ്റ് ആയിരിക്കും അത്, ഈക്വൽ ടു സാമ്പിൾ സ്പേസ് ആവാം. ബട്ട് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് എഴുതുക. സേ ഇറ്റ് ഹാസ് m എലമെന്റ്സ്. ഈവന്റിൽ m എലമെന്റ്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ്, ടോട്ടൽ നമ്പർ ഇൻ ദി സാമ്പിൾ സ്പേസ്. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ സാമ്പിൾ സ്പേസിലെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. വെറസ് നമ്മുടെ ഈവന്റ് 1 ഹെഡ് കിട്ടുക എന്നുള്ളതായതുകൊണ്ട് എച്ച് ടി കോമ ടി എച്ച് ആണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സെറ്റ് എന്ന് പറയുന്നത് എച്ച് ടി ടി എച്ച് ആയിരിക്കും. അപ്പൊ അതിൽ 2 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കേസിൽ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/4 അല്ലെങ്കിൽ 1/2 ആണ്. അതായത് 50% ആണ് ചാൻസ്. കറക്റ്റ് അല്ലേ? നൗ സപ്പോസ് നമുക്ക് 2 ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈവന്റ് എന്ന് വിചാരിക്കാം. സപ്പോസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒക്കറൻസ് ഓഫ് 2 ഹെഡ്സ്. അങ്ങനെയാണ് നമ്മുടെ ഈവന്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഈവന്റിൽ 2 ഹെഡ് കിട്ടാനുള്ള സബ്സെറ്റ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എച്ച് മാത്രമാണ്. എച്ച് മാത്രം വന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എച്ച് വന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് നമ്മുടെ ഈവന്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒക്യുറൻസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈവന്റ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന സിംഗിൾ എലമെന്റഡ് സെറ്റ് ആണ്. വേറെ സാമ്പിൾ സ്പേസിൽ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈവന്റ് that is getting 2 heads എന്ന് പറയുന്നത് that's equal to number of favorable items in E, that is number of items in E, that is 1 divided by 1 item ആണ് നമുക്ക് ഫേവറബിൾ, അതുകൊണ്ടാണ് അത് ഇയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്യുക? അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? സാമ്പിൾ സ്പേസിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1/4 ആണ് ചാൻസ്, പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയോ ബാക്കിയുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3/4 ആണ് ചാൻസ് അല്ലെ. 25% ചാൻസേ ഉള്ളൂ നമുക്ക് 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് 25% ഉള്ളൂ. ബാക്കി 75% എന്ത് കിട്ടാനാണ് ചാൻസ്? 2 ഹെഡ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ആണുള്ളത്. സോ ദിസ് ഇസ് ദി കോംപ്ലിമെന്റ്സ് പ്രോബബിലിറ്റി. ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി എത്രയാണോ അതിന്ന് 1- അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ കോംപ്ലിമെന്റ് വരാനുള്ള, അതായത് ഇവിടെ ഇപ്പം 2 ഹെഡ്സ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 3/4 ആയിട്ട് കിട്ടും. Now probability of sample space, entire sample space ന്റെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇക്ക് പകരം ഇവിടെ എസ് തന്നെ വരും അല്ലെ. ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പ്രോബബിലിറ്റി ഓഫ് എസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ്, ബോത്ത് സെയിം ആയതുകൊണ്ട് 2 ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ എന്ത് വരും? 1 എന്ന് വരും. യു ഗെറ്റ് 1 ആസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിലെ ഈവന്റ്, സാമ്പിൾ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈവന്റ് ഏതെങ്കിലും ഒരു ഔട്ട്കം,
നമ്മൾ ഇപ്പോൾ ഹെഡ് ഒരു കോയിൻ ടോസ് ചെയ്തു, നമ്മൾ നോക്കുന്നത് ഒരു ഹെഡ് ആയാലും മതി, ഒരു ടെയിൽ ആയാലും മതി. അതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടും നമുക്ക് ഫേവറബിൾ ആണ്. സാമ്പിൾ സ്പേസിലുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് ഫേവറബിൾ ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈവൻ എന്ന് പറയുന്നത് 1/1 മീൻസ് 2/2 ആണ് വരിക. ദാറ്റ് ഇസ് 1. പ്രോബബിലിറ്റി ഓഫ് 5 എം ടി സെറ്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എലമെന്റ്സ് ഇൻ എം ടി സെറ്റ് അല്ലേ വരിക. അപ്പോൾ എലമെന്റ്സ് ഇൻ എം ടി സെറ്റ് 0 ആയതുകൊണ്ട് 0 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് എന്ന് വരും. 0 എനിത്തിങ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. 0 എനി പോസിറ്റീവ് നമ്പർ ഇസ് ഈക്വൽ ടു 0 ആണ് വരിക. പ്രോബിലിറ്റി ഓഫ് 5 ഈക്വൽ ടു 0 വരും. ആൻഡ് ബാക്കി ഏത്, അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ഈവന്റ് 5 എന്ന് പറയുന്നത്. അതേപോലെ ലാർജസ്റ്റ് ഈവൻ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. കാരണം ബാക്കിയെല്ലാം സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ്. അതുകൊണ്ട് വേറെ ഏത് ഈവന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രോബബിലിറ്റി വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് എനി ഈവന്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. 0യുടെയും 1ന്റെയും ഇടയ്ക്കായിരിക്കും പ്രോബബിലിറ്റി വരിക. 0 പ്രോബബിലിറ്റി വരണമെങ്കിൽ എം ടി സെറ്റ് ആയിരിക്കും, ആൻഡ് 1 പ്രോബബിലിറ്റി വരുന്നത് സാമ്പിൾ സ്പേസിനാണ്. We'll see these definitions using this particular example. So I consider tossing of 2 coins. It's a random experiment, and the 4 possible outcomes are head, head, tail, tail, head, tail, tail, head. Okay, so this is a sample space. Sample space contains 4 elements. Now what are the events? നമുക്കറിയാം ഒരു സെറ്റിൽ n എലമെന്റ്സ് ആണുള്ളതെങ്കിൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് is equal to 2 power n ആയിരിക്കും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് is going to be 2 power n. അപ്പോൾ ഇവിടെ 4 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 2 power 4 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 എലമെന്റ്സ് ഉണ്ടാവും. സബ്സെറ്റുകൾ എസിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 16 ആയിരിക്കും. ആൻഡ് ഐ ഹാവ് ലിസ്റ്റഡ് ഔട്ട് ഓൾ ഓഫ് ദം. വൺ ഇസ് എം ടി സെറ്റ്, അതർ വൺ ഇസ് സാമ്പിൾ സ്പേസ്. ദെൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഹെഡ്, ഹെഡ്, ടെയിൽ, ടെയിൽ, എച്ച് ടി മാത്രം എടുത്തു. അതായത് 3 എലമെന്റ്സ് ഉള്ള കളക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ ടി എച്ച് ഒഴിവാക്കി. അറ്റ് എ ടൈം 1 വെച്ചിട്ട് ഒഴിവാക്കുക. 3 എലമെന്റ്സ്, ഈ എസിൽ 4 എലമെന്റ്സ് ഉണ്ടാവും. ആൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്, ഓക്കെ, ആൻഡ് ദ സബ്സെറ്റ്സ് വിത്ത് 3 എലമെന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ റിമൂവിങ് 1 അറ്റ് എ ടൈം. അപ്പോൾ ടി എച്ച് ഒഴിവാക്കിയാൽ ഇത് കിട്ടും, ദെൻ എച്ച് ടി ഒഴിവാക്കിയാൽ ഇത് കിട്ടും, ദെൻ ടി ടി ഒഴിവാക്കിയാൽ ഈ സെറ്റ് കിട്ടും, ആൻഡ് എച്ച് എച്ച് ഒഴിവാക്കിയാൽ ഈ സെറ്റ് കിട്ടും. അപ്പോൾ 3 എലമെന്റ്സ് ഉള്ള 4 സെറ്റുകളുണ്ട്. ഈ 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റും തേർഡും എടുക്കാം, ഫസ്റ്റും സെക്കൻഡും എടുക്കാം. ഫസ്റ്റും എടുക്കരുത്, കാരണം ഇതൊരു പ്രാവശ്യം സംഭവിക്കുമല്ലോ. ഫസ്റ്റും സെക്കൻഡും വരാം, ഫസ്റ്റും തേർഡും വരാം, ഫസ്റ്റും ഫോർത്തും വരാം. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എച്ച് എച്ച് ടി ടി, എച്ച് 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 ടി, എച്ച് എച്ച് ടി എച്ച്, കോമ. ദെൻ ഫസ്റ്റിനെ നമ്മൾ വിട്ടേക്കാം. സെക്കൻഡും തേർഡും വരാം, സെക്കൻഡും ഫോർത്തും വരാം. അതായത് ടി ടി കോമ എച്ച് ടി, ടി ടി കോമ ടി എച്ച്, അങ്ങനെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ പിന്നെയും ഉണ്ട് 2 എലമെന്റ്സ് വരികയാണ്, എച്ച് ടിയും ടി എച്ചും വരാം, എച്ച് ടി ടി എച്ച്. സോ ദീസ് ആർ ദി sets which are having 2 elements, 2 elemented sets ആണ്. 1 elemented sets ഓരോന്നും സിംഗിൾ ആയിട്ട് എടുക്കുക, എച്ച് എച്ച് ടി ടി, എച്ച് ടി ടി എച്ച്. ഇത്രയും ചേർന്നതാണ്, ഇത്രയും മെമ്പേഴ്സ് ആണ് എന്തിലുണ്ടാവുക, ഈവൻസ് ആയിട്ട്. ഈവന്റ് ആണ്, ഈവൻസിൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇത്രയും. ഇതെല്ലാം ഓരോ ഈവന്റ് ആണ്. ഓക്കെ, ഐ ഹാവ് കൺസിഡേർഡ് 1 particular event. ഒരു പെർട്ടിക്കുലർ ഈവന്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഈവന്റിന്റെ പ്രത്യേകത ടി ടി ഒഴിച്ചിട്ടുള്ള ഏത് ഇവന്റ് ആണ്. അതായത് 2 ടെയിൽ വരാതിരിക്കാനുള്ള ആ ഒക്യുറൻസ് ആണ് നമ്മൾ നോക്കുന്നത്, എക്സെപ്റ്റ് ടി ടി. ഈ ഇവന്റിന് നമ്മൾ ഒരു ലിറ്റററി ഇതിൽ പറഞ്ഞാൽ ദ ഈവന്റ് റെപ്രസെന്റ്സ് ദ ഒക്യുറൻസ് ഓഫ് എനിത്തിങ് അതർ ദാൻ 2 tails. എനിത്തിങ് അതർ ദാൻ 2 tails, അതാണ് നോക്കുന്നത്. നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ആണ്. അപ്പൊ ഇയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3 എടുത്ത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് എന്ന് പറയുന്നത് എത്രയാണ്, എസ്സിലെ എലമെന്റ്സ് 4 എണ്ണമാണ്. അപ്പോൾ 3/4 വരും. സോ ദ പ്രോബിലിറ്റി ഈസ് ഗോയിങ് ടു ബി 3/4. നമ്മൾ വേറൊരു ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ 75% ആണ് പ്രോബിലിറ്റി. 100ൽ 75 ആണ്. 100ൽ 75 നമ്മൾ 1ൽ എടുക്കുമ്പോൾ 3/4 ആണ് വരിക. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി എപ്പോഴും പറയാം 1ലാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദി പെർസെൻറ്റേജ് ഇസ് ആക്ച്വലി ദ പ്രോബിലിറ്റി ഇൻ 100. ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റി 1ലാണ് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക. 1ൽ എത്ര പ്രോബിലിറ്റി, എത്ര ചാൻസ് ഉണ്ട്. ഇവിടെ 3/4 ആണ് ചാൻസ്. ഈ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഇവന്റ് ദാറ്റ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ ദ, നമ്മൾ ഈ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്പർ ഓഫ് ഹെഡ്സിന്റെ എണ്ണം 1നേക്കാൾ കൂടാനുള്ള
ആ ഒന്നിൽ കൂടുതൽ വരാനുള്ള ആ ഒക്യൂറൻസ് അതിനെയാണ് ഈവന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, രണ്ട് ടെയിൽ വരാതിരിക്കുന്ന ആ ഒരു ഒക്യൂറൻസ്, അതാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ആ ഒരു ഈവന്റ് ആണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ടെയിൽ വരാതിരിക്കാം. അപ്പൊ ഒരു ടെയിൽ വരാം, 0 ടെയിൽ വരാം. അപ്പം അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ആണ്. അപ്പൊ ഈവന്റ് ഇയെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ആയിട്ട് എഴുതാം. അല്ല എങ്കിൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന ആ ഒരു പോസിബിലിറ്റി, ആ ഒരു ഒക്യുറൻസ്, ദാറ്റ് അവർ ഈവന്റ് ഇ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Some basic facts. When a coin is tossed, probability of head is equal to 1/2 by our earlier definition, because നമ്മുടെ സാമ്പിൾ സ്പേസ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് ഇസ് ഗോയിങ് ടു ബി ഹെഡ് ആൻഡ് ടെയിൽ അല്ല, ഇങ്ങനെ രണ്ട് എലമെന്റ്സ് ഉണ്ടാവുക. ഇനി നമ്മുടെ ഹെഡ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈവന്റ് ആയിട്ട് എന്തെടുക്കണം, ഹെഡ് മാത്രമാണ് എടുക്കേണ്ടത്. ഇതിന് 4 സബ്സെറ്റുകൾ ഉണ്ടാവും. എംപ്റ്റി സെറ്റ് ഉണ്ട്, എസ് ഉണ്ട്, സിംഗിൾ സെറ്റ് എച്ച് ഉണ്ട്, സിംഗിൾ സെറ്റ് ടി ഉണ്ട്. അങ്ങനെ 4 ഈവന്റ്സ് വരും. അപ്പൊ അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഈ ഹെഡ് എന്ന് പറയുന്ന സിംഗിൾട്ടൺ സെറ്റിന്റെ പ്രോബബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1 എലമെന്റ്. എസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 2 എലമെന്റ്സ്. അപ്പൊ 1/2 ആണ് എന്ത്, കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ഈവന്റ് ഹെഡ്. ഓക്കെ, നൗ ഇത് നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ ഡു ബൈ റിപ്പീറ്റിംഗ് ദി ട്രയൽസ്. അപ്പൊ നമുക്ക് ഇത് തിയറട്ടിക്കൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് അല്ലെ. നമ്മൾ ആകെ എന്ത് നോക്കുന്നുള്ളൂ, എക്സ്പെരിമെന്റ് നമ്മൾ പെർഫോം ഒന്നും ചെയ്യുന്നില്ല. വാട്ട് വി ആർ ഡൂയിങ് ഈസ് തിയറട്ടിക്കലി സ്റ്റഡിയിങ് ഇറ്റ്. സോ വി വിൽ സീ ദി ഈവന്റ് ആൻഡ് ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ ദി ഈവന്റ് ഓർ ഫേവറബിൾ ടു അവർ ഈവന്റ് ആയിട്ട് എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കും. അതിന് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാതെ തന്നെ പ്രോബബിലിറ്റി പറയാൻ പറ്റും. ഓക്കെ, so this is actually our theoretical probability. Now if you repeat the experiment, you can find this probability. ഈ പ്രോബബിലിറ്റി നമുക്ക് പ്രാക്ടിക്കലിയും കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ കോയിൻ നമ്മൾ എടുത്തിട്ട് യു ടോസ് ഇറ്റ് 1000 times. 2 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം രണ്ടും, ഒരു പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം ടോസ് ചെയ്തപ്പോഴും ഹെഡ് തന്നെ കിട്ടാം അല്ലെ. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഹെഡ് എത്ര പ്രാവശ്യം കിട്ടി, 2 പ്രാവശ്യം കിട്ടി. അപ്പൊ 2/2 1 ആന്ന് വരും. പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് 1 ആന്ന് വരും. അതുകൊണ്ട് അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. കാരണം നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അക്യൂറസി കിട്ടും. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ ഹെഡ് ബൈ പ്രാക്ടിക്കലി ഡൂയിങ് ദി എക്സ്പെരിമെന്റ്, യു ഹാവ് ടു ഡു ദ ഓർ യു ഹാവ് ടു റിപ്പീറ്റ് ദി experiment at least a very huge number of times, like 1000 times. 1000 times നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദ കോയിൻ ഈസ് എൻ അൺബയസ്ഡ് കോയിൻ, യു ക്യാൻ സീ ദാറ്റ് അറൌണ്ട് 450 മേലെ ഓക്കെ ടൈംസ് ഹെഡ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, 1000 എടുക്കും. അപ്പോൾ 450 ടൈംസ് ഹെഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഏകദേശം പറഞ്ഞതാണ്, ഇറ്റ് ക്യാൻ ബി 510 ടൈംസും ആവാം. 450/1000 എടുക്കുമ്പോൾ 4.5 എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഈസ് ഗോയിങ് ടു ബി 4.5. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ്പെരിമെന്റൽ വേ ഓഫ് ഫൈൻഡിങ് ദി പ്രോബബിലിറ്റി. ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദി തിയറട്ടിക്കൽ വേ. ഓക്കെ, വി മേ ബി ഗെറ്റിംഗ്, അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 100 ടൈംസ്. അറൌണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് എക്സാക്ട്ലി 100 വരില്ല, വരാൻ ചാൻസ് കുറവാണ്. അതിന്റെ പ്രോബിലിറ്റി പോലും കുറവാണ്. അൺബൈസ്ഡ് കോയിൻ ആണെങ്കിൽ അറൌണ്ട് 500 ടൈംസ് നമുക്ക് എന്ത് ചെയ്യും, 1000 ടൈംസിൽ ഹെഡ് കിട്ടിയിരിക്കും. അപ്പൊ നമ്മൾ പ്രോബിലിറ്റി എഴുതുമ്പോൾ അറൌണ്ട് 500/1000 എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് 450 ആണ് കിട്ടിയെങ്കിൽ 4.5 കിട്ടുള്ളൂ. ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ 10,000 പകരം ഇഫ് യു റിപ്പീറ്റ് ഇറ്റ് 10,000 ടൈംസ്, ദെൻ ദ പ്രോബിലിറ്റി വിൽ ബി സേ, നമുക്ക് ഇത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ 10,000 ടൈംസ് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു 5,000ന്റെ അടുത്ത, അതായത് 4,950 ടൈംസ് ഒക്കെ എന്ത് വരും, ഹെഡ് വരും. ബാക്കിയുള്ളതൊക്കെ ടെയിൽ ആയിരിക്കും. അപ്പോൾ ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 4.95ന്റെ അടുത്ത് വരെ വരും. ഓക്കെ, സോ ഇഫ് യു മേക്ക് ഇറ്റ് വെരി ലാർജ്, യു ക്യാൻ ഗെറ്റ് സംവാട്ട് അക്യുറേറ്റ് പ്രോബബിലിറ്റി. ഓക്കെ, പക്ഷേ ചില എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പെരിമെന്റൽ പ്രോബിലിറ്റി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബൾബ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ലൈഫ്, അത് എത്ര ടൈം കൊണ്ടാണ്
അത് ഫ്യൂസ് ആവുന്ന നോക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഓഫായി പോകുന്നു. നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ബൾബ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. സപ്പോസ് വി ആർ ലുക്കിംഗ് അറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് ലൈഫ് സ്പാൻ, അല്ലെങ്കിൽ എത്ര സമയം അത് കത്തുന്നു നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾക്ക് ചിലപ്പം ഇട്ട് വെച്ചിരിക്കുന്ന അതേ മൊമെന്റ് തന്നെ ഓഫായി പോവാം, അല്ലെ, 0 വരാം. അപ്പൊ ഇതിന്റെ ഔട്ട്കംസ് ഏതൊക്കെ വരാം? നമ്മൾ ടൈമാണ് നോക്കുന്നത്, എത്ര ടൈം അത് കത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണ്. 0 ടൈം പോസിബിൾ ആണ്, 1 സെക്കൻഡ് പോസിബിൾ ആണ്, 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഓഫ് ആവും, 3 കഴിഞ്ഞിട്ട് ഓഫ് ആവും, അങ്ങനെ 1 അവർ കഴിഞ്ഞിട്ട് ഓഫ് ആവും, 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഓഫ് ആവും, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് ഓഫ് ആവും. അങ്ങനെ എന്ത് വരും? പ്രോബബിലിറ്റീസ് ഗോയിങ് ഓൺ, അല്ലെ. ചിലപ്പോൾ ബൾബ് നമ്മുടെ ലൈഫ് ടൈമിൽ ഓഫ് ആവാതെ ഇരിക്കാം. ഇൻ എ വെരി റയർ കേസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ, അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി അല്ല, ഇതിന് നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ്, അല്ലെ. ഇപ്പൊ ഈ കേസിൽ നമ്മൾ ആ ബൾബ് ഫ്യൂസ് ആവുന്ന അല്ലെങ്കിൽ ഓഫ് ആവുന്ന, ഇപ്പൊ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ബൾബാണ്, മേ ബി പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഓഫ് ആവും. അപ്പൊ അത് എത്ര സമയമാണെന്നുള്ളത് ഡിപ്പെൻസ്. അത് 0 തൊട്ടിട്ട് ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാവില്ല എന്നേ വരും. അപ്പൊ നമ്മുടെ സെറ്റ് വളരെ ലാർജ് ആണ്, ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എന്തുകൊണ്ട് ഇൻഫിനിറ്റി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മീൻസ് യു വിൽ നോട്ട് ഗെറ്റ് എൻ അക്യുറേറ്റ് വാല്യൂ, അല്ലെ. ഇൻഫിനിറ്റി കൊണ്ട് എന്ത് ഫൈനൈറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും 0, അല്ലെ. അപ്പൊ ഏത് പർട്ടിക്കുലർ നമ്പർ എടുത്താലും, ഇപ്പൊ 7/∞ എടുത്താൽ 0 എന്നാണ് കിട്ടുക. അപ്പൊ ആ കേസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. യു കെ നോട്ട് കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ് ദി സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ. ഈ ഒരു ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? Experiment should have finite number of outcomes. S is finite. Finite ആകുമ്പോഴേ നമുക്ക് ഈ പ്രോബിലിറ്റി പറ്റുള്ളൂ. Otherwise you have to do it in an experimental way. Okay. So for example, നമ്മൾ വേറൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഈ എക്സിറ്റ് പോൾ ഒക്കെ നടത്തുന്ന സമയത്ത് the number of probability of a party winning an election. അപ്പോൾ അതും എന്ത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക? സാമ്പിൾസ് വെച്ചിട്ട്. അത് അക്യുറേറ്റ് ആയിട്ട് പറയാൻ ഓരോരുത്തരെയും കണ്ടിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. സാമ്പിൾ സ്പേസ് ഇസ് വെരി ലാർജ് ആൻഡ് ദർ ഇസ് എ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ പ്രോബബിലിറ്റി മാത്തമാറ്റിക്കലി ആണെങ്കിലും മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പ്രോബബിലിറ്റി പറയുന്നത് സാമ്പിൾസ് എടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസിലെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ. എസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ തിയററ്റിക്കൽ ഡെഫിനിഷൻ അപ്ലിക്കബിൾ അല്ല. So we have to decide the probability by taking samples. അവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. പ്രോബബിലിറ്റിയിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണത്. You have to take samples and observe. Then based on the samples, ഒരു സാമ്പിൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് സാമ്പിൾസ് എടുക്കും. Based on the samples you can conclude the probability. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പ്രോബബിലിറ്റിയുടെ സ്റ്റഡിയിലേക്ക് കൊണ്ടുവരുന്നത്. Okay. To study an experiment mathematically, we associate numbers to the events. ഇപ്പൊ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഹെഡ്, ടെയില് അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ വിന്നിങ്, ലോസിങ് അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ വിൻ എന്നുള്ളതിനെ എന്തായിട്ട് മാറ്റും? 1 എന്ന് പറഞ്ഞ നമ്പർ ആയിട്ട് മാറ്റും. ലോസ് എന്നുള്ളതിനെ 0 ആയിട്ട് മാറ്റും. അപ്പൊ നമുക്കങ്ങനെ മാത്തമാറ്റിക്കലി സ്റ്റഡിങ്, വെൻ വി സ്റ്റഡി എ തിങ് മാത്തമാറ്റിക്കലി യു ഹാവ് ടു കൺവേർട്ട് തിങ്സ് ഇൻ ടു ന്യൂമറിക്കൽ വാല്യൂസ്. നമ്മൾ അതിനെ ന്യൂമറിക്കലി മാറ്റേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ നമ്മളൊരു രണ്ട് കോയിൻസ് ടോസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു ഈവെന്റ്, ആ ഈവെന്റിലാണ് നമ്മൾ HH വരാം, HT വരാം, TH വരാം. ഇത് മൂന്നാണ് സാമ്പിൾ സ്പേസിൽ ഈ ഒരു ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്ന ആ ഒരു ഈവെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ഇതാണ്, ഈവെന്റിന്റെ സെറ്റ് ഇതാണ് വരിക. ഓക്കെ. ഇതിന്റെ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു 3/4 ആണ് വരിക എന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? നമ്പർ ഓഫ് ഹെഡ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം, അല്ലെ. ഈ ഒരു പോസിബിലിറ്റിയെ നമുക്ക് കുറച്ചൊന്നും കൂടെ ഒന്ന് ന്യൂമറിക്കൽ ആക്കി കഴിഞ്ഞാൽ, ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞ വേർഡിനെ നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് എസ് സംവാട്ട് ന്യൂമറിക്കൽ, ലൈക്ക് സേയിങ് നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അല്ലെ. അപ്പം നമുക്കൊരു നമ്പർ കിട്ടി, 1നേക്കാൾ കൂടുതൽ എന്ത് വരിക? ഹെഡ്സിന്റെ എണ്ണം വരിക. അതിനെയാണ് അത് കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ആണ്. സോ വാട്ട് വി ഡു ഇസ് വി വിൽ ക്ലാസിഫൈ അവർ ഈവൻസ് ബൈ മീൻസ് ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ പ്രത്യേകത, നമ്മൾ ഒരു ഫംഗ്ഷൻ സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ, എക്സ് അറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ എസ് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ റിയൽ നമ്പർ. ദിസ് ഇസ് ഗോയിങ് ടു ബി എ റിയൽ നമ്പർ. അപ്പൊ നമ്മുടെ ആൻസർ റിയൽ നമ്പർ ആയിട്ട് വന്നോളൂ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ് എന്ന് പറയുന്നത് എസ് എന്ന് ആറിലേക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കുക. എസ്സിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട്. എസ്സിലെ എലമെന്റ്സ് യു ഹാവ് HH, HT, TH ഒക്കെയാണ് എലമെന്റ്സ്. HT, TH, TT.
ഇത് നാലുമാണ് സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ്. അപ്പൊ ഇതിൽ ഓരോന്നിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണെങ്കിൽ എയിലെ എക്സ് ഓഫ് എ ഐ ഡിഫൈൻ ഇറ്റ് ആസ് ദി നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എയിലെ നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ട് എക്സിനെ ഡിഫൈൻ ചെയ്യാം. എക്സിന്റെ എയിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ വാട്ട് യു ഗെറ്റ് ഇസ് എക്സ് ഓഫ് എച്ചിന്റെ വാല്യൂ എന്ത് വരും? സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റിനും ഈ നമ്പർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് 2. നൗ എക്സ് ഓഫ് എച്ച് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് ഓഫ് ടി എച്ച് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സ് ഓഫ് ടി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 is not empty. 0 എന്ന് പറയുന്ന നമ്പർ ആണ്. Okay. So this X associates to every element of the sample space a number, a real number. X equal to n means a set of all those elements in the sample space which satisfy capital X equal to n. X equal to n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സാമ്പിൾ സ്പേസിലെ ഏതൊക്കെ എലമെന്റ്സ്. ഇപ്പൊ ഞാനിവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ഈക്വൽ ടു 1 ഈ ഒരു സെറ്റിംഗ്സിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എ 1 ആവണമെങ്കിൽ ഏതൊക്കെ വരണം? ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഏത് ഈവന്റ് ആണത്? എച്ച് ടി കോമ ടി എച്ച് എന്ന് പറയുന്ന ഈവന്റ് ആണ് അല്ലെ. നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു 1 മീൻസ് ദിസ് മീൻസ് ദ ഈവന്റ് എച്ച് ടി കോമ ടി എച്ച്. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈവന്റ് എന്തായിരിക്കും? എച്ച് എച്ച് എന്ന് എഴുതിയിരിക്കുന്ന ആ ഈവന്റ് ആണ്. അതായത് എക്സ് ഈക്വൽ ടു 2 വെൻ ഐ റൈറ്റ് എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2 മീൻസ് so this means number of heads is equal to 2. സോ നമ്മുടെ കയ്യിൽ എച്ച് 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 ടി അങ്ങനെ പറഞ്ഞ 4 എണ്ണം ഉള്ളത്. ടി എച്ച്, എച്ച് ടി, ടി പി. അപ്പൊ ഇതിൽ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 ആക്ച്വലി റെപ്രസെന്റ്സ് നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഇസ് എച്ച് വരുമ്പോൾ മാത്രമാണ് അതിന്റെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ വെൻ ഐ ടേക്ക് എക്സ് ഈക്വൽ ടു 2 ഐ മീൻ ദി ഈവന്റ് ഈസ് ഈക്വൽ ടു event is always a subset of the sample space, right? X equal to 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈവന്റ് എന്ന് പറയുന്നത് എച്ച് കോമ എച്ച് എന്ന് പറഞ്ഞ ഈവന്റ് ആണ്. കാരണം ഈ ഒരു ഈവന്റ് വരുമ്പോൾ മാത്രമാണ് എക്സ് ഈക്വൽ ടു 2 ആവുന്നത്. അപ്പോൾ വെൻ ഐ സേ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2, വാട്ട് ഐ മീൻ ഇസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഈ ഒരു ഇയുടെ പ്രോബബിലിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ എക്സിന്റെ വാല്യൂ ഈ ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറിക്കൽ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. That's the purpose of defining a function associated with a sample space. Okay, we have probability of x equal to 0 എന്ന് പറയുന്നത് probability of x equal to 0 വരുന്ന number of heads 0 വരിക, അതായത് ടി ടി വരിക. ടി ടി വന്നു കഴിഞ്ഞാൽ 1 അല്ലെ, ടി ടിയുടെ പ്രോബിലിറ്റി എന്തായിരിക്കും? ടോട്ടൽ 4 ഐറ്റംസ് ഉണ്ട്, അതിൽ ഒരു ഐറ്റം മാത്രമാണ് നമ്മുടെ ഈവന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/16 എന്നാണ് വരിക. സോ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2? എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഹെഡ് വരുന്ന 2 ഹെഡ് വരുമ്പോഴല്ലേ, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 1/4 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 2. അങ്ങനെ വരുന്ന ഒറ്റ കേസേ ഉള്ളൂ, എച്ച് എച്ച് എന്ന് പറഞ്ഞ കേസ് മാത്രം. പ്രോബിലിറ്റി ഇസ് ഈക്വൽ ടു 1 ഔട്ട് ഓഫ് 4, അപ്പോൾ 1/4. എക്സ് ഈക്വൽ ടു 3യുടെ പ്രോബിലിറ്റി എത്രയായിരിക്കും? ഇത് ആക്ച്വലി എം ടി സെറ്റ് അല്ലേ, കാരണം എക്സ് ഈക്വൽ ടു 3 ഒരിക്കലും വരില്ല. നമ്പർ ഓഫ് ഹെഡ്സ് മാക്സിമം എത്രയേ വരുന്നുള്ളൂ? 2 വരുന്നുള്ളൂ. എക്സ് ഈക്വൽ ടു 3 റെപ്രസെന്റ്സ് ദ എം ടി സെറ്റ്. ആസ് ഐ സെഡ്, എം ടി സെറ്റ് ഈസ് ഓൾവേസ് ആൻ ഈവന്റ്, ഇമ്പോസിബിൾ ഈവന്റ് ആണ്. എക്സ് ഈക്വൽ ടു 0 വരണമെങ്കിൽ ഓക്കെ 1/6 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എക്സ് ഈക്വൽ ടു 1 വരണമെങ്കിൽ യു ഹാവ് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 1 വരണമെങ്കിൽ ടി എച്ചോ എച്ച് ടിയോ വരാം. അപ്പൊ രണ്ടെണ്ണം നമുക്ക് ഫേവറബിൾ ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 4 ആണ്. സോ എക്സ് ഈക്വൽ ടു 1/2 ആണ് വരിക. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോൾ എക്സ് എന്തൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. എക്സ് 0 വരിക എന്ന് കഴിഞ്ഞാൽ 2 ടെയിൽ വരാം. 1 വരിക എന്ന് കഴിഞ്ഞാൽ എച്ച് ടിയും ടി എച്ചും വരാം. എക്സ് ഈക്വൽ ടു 2 വരിക പറഞ്ഞു കഴിഞ്ഞാൽ 2 എച്ച് വരാം, രണ്ടും ഹെഡ് വരാം. ദിസ് വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് ദ ടോട്ടൽ സാമ്പിൾ സ്പേസ് ആയിരിക്കും. കാരണം 0 വരാം, 1 വരാം, 2 വരാം. അപ്പൊ എല്ലാ ഓപ്ഷനുമായി. അതുകൊണ്ട് ദിസ് ഈവന്റ് വിൽ റെപ്രസെന്റ് ദി ടോട്ടൽ സാമ്പിൾ സ്പേസ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 1 ആണ് വരിക. സാമ്പിൾ സ്പേസിന്റെ ടോട്ടൽ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 1/1 ആണല്ലോ വരിക. ഓക്കെ, സോ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ associated with a random experiment. It is any function defined from the sample space of the random experiment to R. S എന്ന ആറിലേക്കുള്ള ഏത് ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം. റാൻഡം വേരിയബിൾ is a real valued function whose domain is the sample space of a random experiment. അപ്പോൾ ഈ റാൻഡം വേരിയബിളിനെ നമ്മൾ ആർ വിനെ ഇനി റെപ്രസെന്റ് ചെയ്യുള്ളൂ, ബിക്കോസ് അത് ഷോർട്ട് ഫോം ആണ്. ഓക്കെ,
റാൻഡം വേരിയബിൾ വിച്ച് ടേക്സ് ഓൺലി 2 വാല്യൂസ്. ഇപ്പം നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നോക്കുകയാണ്, ഇപ്പോൾ കോയിൻ ഹെഡ് ടെയിൽ അല്ലെങ്കിൽ വിന്നിങ് ലോസിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഔട്ട്കം മാത്രമുള്ള, അപ്പോൾ വിന്നിങ്ങിന് നമ്മൾ 0 എന്നും ലോസിങ്ങിന് 1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് ഹെഡ് വരുമ്പോൾ എന്ത് കിട്ടും? 1 ആണ്. ഹെഡാണ് വിന്നിങ് വിചാരിച്ചാൽ എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1 ഉം എക്സ് ഓഫ് ടെയിൽ ഇസ് ഈക്വൽ ടു 0യും വരും. ഇങ്ങനെ 2 ഔട്ട്കം മാത്രമുള്ള 2 വാല്യൂസ് മാത്രം എടുക്കുന്ന റാൻഡം വേരിയബിളിനെ ബെർണോളി റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇറ്റ്സ് ജസ്റ്റ് എ ഡെഫിനിഷൻ. Now there are 2 types of random variables, discrete random variables and continuous random variables. 2 ടൈപ്പ് ആയിട്ട് റാൻഡം വേരിയബിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. റാൻഡം വേരിയബിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ടൈപ്പ്. ഇങ്ങനെ 2 ടൈപ്പ് ആണുള്ളത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത റാൻഡം വേരിയബിൾസിന്റെ പ്രത്യേകത അത് ഫൈനൈറ്റ്ലി മെനി വാല്യൂസ് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വിട്ടുവിട്ടിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തത് റാൻഡം വേരിയബിൾ എക്സ് എടുത്തിരിക്കുന്ന വാല്യൂസ് 0യും 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 0, 1 and 2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 0, 1, 2 ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാൻഡം വേരിയബിൾ വിച്ച് ടേക്സ് ഐദർ ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് വാല്യൂസ്. കൗണ്ടബിളി മെനി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞിട്ട് വാല്യൂസ് എടുക്കാമല്ലോ, അല്ലെ? നമുക്ക് കിട്ടുന്ന വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൗണ്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയോ 0, 0.1, 0.2, 0.3 അങ്ങനെ വാല്യൂസ് എടുക്കാം. ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് എടുക്കാൻ പോസിബിൾ ആണ്. ദർ ഷുഡ് ബി എ ഡിസ്ക്രീറ്റ്ലി മെനി വാല്യൂ, ദാറ്റ് ഇസ് എ കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുക, അല്ലെങ്കിൽ 1/2, 1/3, 1/4, 1/5 അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുക. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ആ റാൻഡം വേരിയബിൾ, അങ്ങനെ എടുക്കുന്ന റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ, അതായത് എക്സ് എപ്പോഴും ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് ആറിലേക്കായിരിക്കും. 6ൽ എത്ര വാല്യൂസ് ഉണ്ട്? അൺകൗണ്ടബിളി മെനി വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിൽ എക്സ് എടുക്കുന്ന വാല്യൂസിന്റെ എണ്ണം ഫൈനൈറ്റ് ആവുക, അല്ലെങ്കിൽ കൗണ്ടബിളി മെനി ആവുക. അതായത് ഇൻഫിനിറ്റ് ആവാം, പക്ഷെ എന്തായിരിക്കണം? അത് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പം ദ ക്ലാസിഫിക്കേഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് വാല്യൂസ് ടേക്കൺ ബൈ ദ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ ഫൈനൈറ്റ്ലി മെനി വാല്യൂസ് എടുക്കുക, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ഇൻഫിനിറ്റ്ലി മെനി പക്ഷേ കൗണ്ടബിൾ ആയിരിക്കണം. 1, 2, 3 അല്ലെങ്കിൽ 0.1, 0.2, 0.3 അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുമ്പോൾ കൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വാല്യൂസ് എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഒരു ഇന്റർവെല്ലിലെ കംപ്ലീറ്റ് വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു പോയിന്റ് തൊട്ടിട്ട് വേറൊരു പോയിന്റ് വരെയുള്ള വാല്യൂസ് എല്ലാം എടുക്കുന്ന റാൻഡം വേരിയബിളിനെയാണ് എന്ത് വിളിക്കുക? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഒരു ബൾബ് ഓഫായി പോകുന്ന ആ ടൈമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് നമ്പേഴ്സ് ആണ്. ഇവിടെ 0 വരാം, പിന്നെ 0.1 വരാം. 0.1 മുമ്പ് എന്തുണ്ട്? 0.01 ഉണ്ട്, 0.001 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 0 കഴിഞ്ഞ് 0.1 എഴുതി കഴിഞ്ഞാൽ അടുത്തത് 0.2 എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 0.1ന്റെയും 0.2ന്റെയും ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട്, അല്ലെ? 0.11, 0.12, 13, 14, 0.111 അങ്ങനെയുള്ള ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ട്. സോ യു കനോട്ട് അറേഞ്ച് ദം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൗണ്ടബിൾ ആയിരുന്ന രീതിയിലൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവെല്ലൊക്കെ വാല്യൂ വരുന്ന സമയത്ത് നമ്മൾ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ ഇത് സാമ്പിൾ സ്പേസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എടുക്കുന്ന വാല്യൂ, എക്സ് എന്ന് പറഞ്ഞ സാധാരണ നമ്മൾ ഡിഫൈൻ ചെയ്യുക ലൈഫ് സ്പാൻ ഓഫ് ദ ബൾബ് എന്ന് തന്നെയാണ് എഴുതുക. ലൈഫ് സ്പാൻ ഓഫ് ദ ബൾബ്. ലൈഫ് സ്പാൻ ഇതിൽ ഏത് വേണമെങ്കിൽ വരാം. 0 വരാം, 0.1 വരാം, 0.2 വരാം, 0.3 വരാം, അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ. അപ്പോൾ എക്സിന്റെ വാല്യൂസ് ഒരു ഇന്റർവെല്ലാണ് കിടക്കുന്നതെങ്കിൽ, ഹൂസ് റേഞ്ച് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്റർവെൽ ഓഫ് വാല്യൂസ് വരെയാണ് നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. കാരണം ഇന്റർവെൽ എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള ഒരുപാട് പോയിന്റ്സ് വരും. അതായത് ദർ ഇസ് എ കണ്ടിന്യൂറ്റി ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. അങ്ങനെ ഒരു ഇന്റർവെല്ലെങ്കിലും നമ്മുടെ വാല്യൂസ് നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓൾസോ ദ പ്രോബബിലിറ്റി ഓഫ് ദി റാൻഡം വേരിയബിൾ ടു ടേക്ക് എ സിംഗിൾ പെർട്ടിക്കുലർ വാല്യൂ ഈസ് 0. അതായത് ഈ റാൻഡം വേരിയബിൾ ഈ ഇന്റർവെല്ലിൽ ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആലോചിച്ചാലും ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ആകെ ഇപ്പം 0.1 0.1 പ്രോബിലിറ്റി വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 0.1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ആണ് ശരിക്കും വരുന്നത്, അല്ലേ? 0.1 ഇൻഫിനിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 0 മാത്രമേ വരുള്ളൂ ആൻസർ.
അല്ലെങ്കിൽ നമ്മളൊരു ബൾബ് ഇപ്പം അത് ഫ്യൂസ് ആവുന്ന അത് എക്സാക്ട്ലി ഒരു 5th മിനിറ്റിൽ ഫ്യൂസ് ആവാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ഓഫ് ആവാനുള്ള പ്രോബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കത് എക്സാക്ട്ലി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ആ 5th മിനിറ്റ് തന്നെ ഓഫ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 5.0001 ആയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് പറയാൻ പറ്റില്ല അത് 5th മിനിറ്റ് തന്നെയാണോ ഓഫ് ആയത് അല്ലേന്ന് പറയാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ പ്രോബിലിറ്റി ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കേസിൽ അത് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി 1/∞ ആണ് വരുന്നത്. കാരണം ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് എന്തെടുക്കുന്നുണ്ട്, എക്സ് എടുക്കുന്നുണ്ട്. അതിലെ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1/∞ പ്രോബിലിറ്റി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0. സോ പ്രോബിലിറ്റി ഓഫ് ഇൻ ദ കേസ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പ്രോബിലിറ്റി ഓഫ് എ സിംഗിൾ പെർട്ടിക്കുലർ വാല്യൂ ഈസ് 0. എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി is 0 in the case of a continuous random variable. പക്ഷേ ഡിസ്ക്രീറ്റിൽ അങ്ങനെയല്ല. സോ ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. കണ്ടിന്യൂസ് കേസിൽ നോൺ സീറോ പ്രോബിലിറ്റി വരണമെങ്കിൽ ചെറിയ ഇന്റർവെല്ലിന് പ്രോബിലിറ്റി വരാം. അതായത് ഈ ഇന്റർവെലിന്റെ ലെങ്ത്തിന് നമ്മൾ ഇപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈവന്റ് ഇത്രയും വാല്യൂസ് നമ്മുടെ ഈവന്റിന് ഫേവറബിൾ ആണെങ്കിൽ നമ്മുടെ പ്രോബിലിറ്റി എടുക്കുന്ന സമയത്ത് സേ പോയിന്റ് ഇതിന്റെ ലെങ്ത് നോക്കുക. ഇതിന്റെ ലെങ്ത് 0.5 ആണെന്ന് വിചാരിക്കുക. ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിന്റെ ലെങ്ത് നോക്കിയാൽ ഈ ലെങ്ത് 4 ആണെങ്കിൽ 0.5/4 എന്നൊക്കെയാണ് വരിക പ്രോബിലിറ്റി വരിക. അപ്പോൾ ദർ ഇസ് എ പ്രോബിലിറ്റി ഫോർ ആൻ ഇന്റർവെൽ. എക്സിന്റെ വാല്യൂ ഒരു ഇന്റർവെല്ലിൽ കിടക്കാനുള്ള പ്രോബിലിറ്റി നോൺ സീറോ ആയിരിക്കും. വാട്ട് ഇറ്റ് സേസ് പ്രോബിലിറ്റി എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ, എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്, സി ഇസ് എ കോൺസ്റ്റന്റ്, ദിസ് ഇസ് ഗോയിങ് ടു ബി 0. വെറസ് probability of a less than or equal to x less than or equal to b എന്ന് പറയുമ്പോൾ this represents the probability of x lying between a and b. എയുടെയും ബിയുടെയും ഇടയ്ക്ക് എക്സ് കിടക്കാനുള്ള പ്രോബിലിറ്റി ആണ്. this can be greater than or equal to 0. ഇതെപ്പോഴും ഒരു സിംഗിൾ പോയിന്റ് പ്രോബിലിറ്റി 0 ആയിരിക്കും. ബിക്കോസ് പ്രാക്ടിക്കലി യു കനോട്ട് എന്താ പറയാ assign a positive value to this probability. ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസിന്റെ ഇടയ്ക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ്. ഇവിടെ കൗണ്ടബിൾ ആകുമ്പോഴും ഈ കൗണ്ടബിൾ ആകുമ്പോൾ നിങ്ങൾ ചോദിക്കും 1/, എടുക്കുമ്പോൾ 0 ആവില്ലേ എന്ന് ചോദിക്കും. ബട്ട് ദർ ഇസ് എ സ്മോൾ പ്രോബിലിറ്റി ബിക്കോസ് നമ്മൾ ആ ഒരു ഇന്റർവെല്ലിലെ എൻറ്റർ വാല്യൂസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ കുറെ വിട്ടിട്ടുള്ള വാല്യൂസ് ആണ്. ഈവൻ ദോ ഇൻഫിനിറ്റ് ആണെങ്കിലും നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എ സ്ലൈറ്റ്. കാരണം 1 വരാനുള്ള പ്രോബിലിറ്റിയും 2 വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവാം. 1 കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണല്ലോ 2 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മിനിറ്റ്, സെക്കൻഡ് മിനിറ്റ്, തേർഡ് മിനിറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മിനിറ്റിൽ ഫ്യൂസ് ആവാനുള്ള പ്രോബിലിറ്റി, ഫസ്റ്റ് മിനിറ്റ് തൊട്ടിട്ട് സെക്കൻഡ് മിനിറ്റ് വരെ നമ്മൾ ഒരു സിംഗിൾ വാല്യൂറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു 10th ഉണ്ട്. ഓക്കെ, ഡിസ്ക്രീറ്റ് കേസിൽ ഒരു സിംഗിൾ വാല്യൂ എടുക്കാനുള്ള എക്സ് ഒരു സിംഗിൾ വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി നോൺ സീറോ ആവാം. പക്ഷെ കണ്ടിന്യൂസ് കേസിൽ എപ്പോഴും അത് 0 ആയിരിക്കും. I will be giving 2 examples for this discrete and continuous case. Discrete case okay, as I already told, discrete case consider tossing 2 coins. S is equal to idana sample space area. I define the random variable. This x is the random variable. Random variable at a can be any of this. A എന്ന് പറയുന്നതിൽ ഏത് വേണമെങ്കിലും ആവാം. എക്സ് ഓഫ് എ ഇസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എയിലെ നമ്പർ ഓഫ് ഹെഡ്സ് -20 എന്ന് എടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? എക്ക് നമ്പർ ഓഫ് ഹെഡ്സിന്റെ വാല്യൂസ് ഏതൊക്കെയാവാം? 0 വരാം, 1 വരാം, 2 വരാം അല്ലെ. അപ്പൊ എക്സ് ഓഫ് എ എന്നയുടെ വാല്യൂ ഏതൊക്കെയാവാം? 0 -20, അതായത് -20 വരാം, 1 -20 -19 വരാം, 2 -20 -18 വരാം. ഇങ്ങനെ 3 വാല്യൂസ് ആണ് പോസിബിലിറ്റി ഉള്ളത്. Now about a continuous example for a continuous random variable. Consider 2 bulbs switched on. Define x of a is equal to time taken for the bulb A to go off. 2 bulbs വേണമെന്നില്ല, ഒരു ബൾബ് എടുത്താലും മതി കേട്ടോ. 2 പകരം 1 എടുത്താലും മതി. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും വരും. സോ ഇറ്റ്സ് ആൻ ഇന്റർവൽ ലൈക്ക് 0 to infinity ഉള്ള ഏത് വാല്യൂ എസിൽ വരും. എക്സ് ഓഫ് എ എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ദ ബൾബ് ടു ഗോ ഓഫ് ആണ്. അത് അതിന്റെ വാല്യൂ എന്ത് വരാം? 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, എക്സ് ടേക്സ് എനി വാല്യൂ ഇൻ 0 to infinity. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10.5 എന്ന് പറയുന്നത്, അതായത് എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂന് ഈക്വൽ ആവാനുള്ള പ്രോബിലിറ്റി, അത് 10.5 ആയാലും ശരി, 100 ആയാലും ശരി, 1000 ആയാലും ശരി, ആ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. Because for a continuous random variable, the probability that x takes a fixed value is 0. But probability of 9 less than or equal to x less than or equal to 10 can have a non-zero probability. അപ്പം 9ാമത്തെ മിനിറ്റിന്റെയും 10ാമത്തെ മിനിറ്റിന്റെ ഇടയ്ക്ക് ബൾബ് ഓഫ് ആയി പോകാനുള്ള പോസിബിലിറ്റി അത് എന്തായിരിക്കാം? നോൺ സീറോ വരാം. ഈവൻ ദോ അത് മൈന്യൂട്ട് ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി എ നോൺ സീറോ നമ്പർ. ഓക്കെ, സോ വിൽ സീ about the distributions in the next class. Okay, so here just we have seen what is a random variable, how we classify the random variables, and what are the examples. Okay.